ഋഗ്വേദമോ സാമവേദമോ അഥർവവേദമോ യജുർവേദമോ ചതുർവേദം, സുപ്രധാനമായ ഉപനിഷത്തുക്കളുടെ താളുകൾ, ഈശാവാസോപനിഷത്ത് എല്ലാം മനുഷ്യരെ ക്ഷണിക്കുന്നത് ഏകനായ ഒരു ദൈവത്തിലേക്കാണ്. ഹിന്ദുവിന്റെ ദൈവം എന്ന് ക്രിസ്ത്യാനിയുടെ, ജൈനന്റെ, ബൗദ്ധന്റെ, മതമുള്ളവന്റെ, ഇല്ലാത്തവന്റെ, ഈശ്വര വിശ്വാസിയുടെ, നിരീശ്വരവാദിയുടെ, സൂര്യചന്ദ്രന്മാരെ, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച് സംവരിച്ച് വീണ്ടും ഒരു പുനഃസൃഷ്ടി നടത്തി ലോകത്തിന്റെ മനുഷ്യരെ വിചാരണക്ക് വിധേയമാക്കുന്ന, പ്രാപഞ്ചികമായ സകലമായ കാര്യങ്ങളെയും നിരീക്ഷിക്കുന്ന, നീതി നടപ്പാക്കുന്ന, ഒരാളോടും പരമകാരുണികൻ അനീതി പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ, രക്ഷാശിക്ഷകളെ വിധിക്കുന്ന, ശരിതെറ്റുകൾ അപഗ്രഥിക്കുന്ന, ഹൃദയത്തിന്റെ ഉള്ളിലെ വിചാര വികാരങ്ങൾക്കനുസരിച്ച് കാപട്യത്തെ തൂക്കി കണക്കാക്കുന്ന ഒരു ഈശ്വരന്റെ മുമ്പിൽ, ദീദീപികന്റെ മുമ്പിൽ, വിരാട് പുരുഷന്റെ മുമ്പിൽ, ഹിരണ്യഗർഭന്റെ മുമ്പിൽ ലോകം ഹാജരാക്കി അവിടെ നമ്രശിരസ്കരായി, ഗദ്ഗതകണ്ഠരായി, ദുഃഖിതരായി, സന്തോഷവാന്മാരായി മനുഷ്യർ നിലനിൽക്കുന്ന ദിവസം. സൂറത്ത് ഖിയാമ 22-24. ചില മുഖങ്ങൾ പ്രസന്നമാണ്, ചില മുഖങ്ങൾ ദുഃഖമാണ്, ഘനീഭവിച്ചിരിക്കുന്നു. തമ്മാടിത്തത്ത തിന്മയെ ജീവൽഗന്ധിയാക്കി മാറ്റി ഭൗതിക ലോകത്തെ 60 കൊല്ലത്തെ തള്ളി നീക്കിയ പൈശാചിക ബാധയേറ്റവർ അവിടെ വരും. അങ്ങനെയൊരു ലോകം. അതുകൊണ്ട് ഒന്നാമതായി വിശ്വാസം. നോക്കൂ, ഇവിടെ കുറഞ്ഞ മുസ്ലിമീങ്ങൾ വന്നിരിക്കുന്നു, ചില കാര്യങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കുന്നു. ഒരു പ്രഭാഷണം ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നു. കോഴിക്കോട് ജില്ലയുടെ ബാലുശ്ശേരിയിൽ നിന്ന് ഇവിടെ വന്നു. പറയുന്ന പോയിന്റ് ഒന്നേ ഉള്ളൂ, പ്രധാനമായി ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടതാണ്. സൃഷ്ടാവ് പടച്ചതമ്പുരാനാണ്. ആരാണ് ആ പടച്ചതമ്പുരാൻ? 800 കോടി മനുഷ്യരെയും സൃഷ്ടിച്ചതാരോ? തൊട്ടടുത്തൊരു സന്യാസി ഇരുത്തി അയാൾ ചിലപ്പോൾ പ്രസംഗിച്ചോളുന്നില്ല. തൊട്ടടുത്ത ചർച്ചിൽ നിന്നൊരു അച്ഛനെ വിളിച്ചാൽ യേശു രക്ഷകൻ എന്ന് പറയും. മുഹമ്മദ് നബിയെ ആരാധിക്കരുത് എന്ന് ശക്തമായി പറയാൻ മുസ്ലിങ്ങൾക്ക് അല്ലാതെ ആർക്ക് കഴിയുക? യേശുവിന്റെ പിക്ചറാണ് കാണുന്നത്, യേശു അല്ലെങ്കിൽ പോലും. പള്ളിയിൽ എവിടെ മുഹമ്മദ് നബിയുടെ പിക്ചർ? എവിടെ? തിരുവനന്തപുരം ജില്ലയിൽ എത്ര പള്ളിയുണ്ട്? മുഹമ്മദ് നബിയുടെ പ്രതിമ എവിടെ? യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ വചനം പറഞ്ഞു, പ്രതിമ, ദൈവത്തിന് പ്രതിമയില്ല. ദൈവത്തിന് പ്രതിമയേ ഇല്ല. സത്യാർത്ഥ പ്രകാശ, ലൈറ്റ് ഓഫ് ട്രൂത്ത്, ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി അറിവില്ലാത്തവരാണ് ബിംബത്തെ വെക്കുക എന്ന് പറഞ്ഞു. മുസ്ലിങ്ങൾ പണ്ടേ അറിവുള്ളവരാണ്, അതുകൊണ്ട് വെക്കാറില്ല. ആ കാര്യത്തിൽ അവർക്കുള്ള അറിവ് വേറെ ആർക്കില്ല. അതൊരു അവകാശവാദമല്ല, സത്യ. കാരണം അറിവുള്ളവർ ബിംബത്തെ വെക്കില്ല എന്നാണ്. എങ്കിൽ അറിവുള്ളവരാണ് മുസ്ലിങ്ങൾ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവര് വെക്കാറില്ല, കാരണം ദൈവത്തിന് രൂപമില്ല. കേനോപനിഷത്തിന്റെ പ്രഥമല്ലിൽ 6-7 ശ്ലോകമാണ്. ദൈവത്തിന് രൂപം. ആ രൂപത്തിന് മുമ്പിൽ ആര് കൈകൂപ്പി നിൽക്കുന്നുവോ, ആര് കുരിശു വരച്ചുവോ, ആര് നെറ്റിത്തടത്തിൽ വെച്ച് ചുംബിച്ചുവോ, ആര് അമ്പലത്തെ, ചർച്ചിനെ ആര് വണങ്ങിയോ, ദർഗയെ ആര് കുയ്യാന പോരുന്ന പോലെ പോന്നുവോ, അവരെല്ലാം അതിനെ ആരാധിക്കുന്നവരാണ്. പേര് അബ്ദുൽ ഖാദർ എന്നാണ്. ദർഗയെ പൂജിക്കുന്നവനാണ്, ചിഹ്നങ്ങളെ ആരാധിക്കുന്നവനാണ്. ശരി, ഇത് വിശുദ്ധമാണോ? ആണോ? അല്ല എന്നാണ് പറയുന്നത്. അല്ലദീന ആമനു വലൻ യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ഖുർആന്റെ 6-ാം അധ്യായം 82-ാമത്തെ വചനം. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും, പായസം ഉണ്ടാക്കുകയും ആ
പായസത്തിൽ വിഷം ചേർക്കാതിരിക്കുകയും ചെയ്തവളാരോ അവളുടെ പായസം കുടിച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? പായസം ഉണ്ടാക്കുകയും ആ പായസത്തിൽ മണ്ണെണ്ണ ഒഴിക്കാതിരിക്കുകയും ചെയ്ത പായസമേതോ അത് വിളമ്പിക്കോളൂ. വിശ്വസിക്കുകയും അവിശ്വാസത്തിൽ ശിർക്ക് ബഹുദൈവത്വം കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്ക് നിർഭയത്വമുണ്ട്. സൂറത്ത് ഖുറൈശ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. മുഅ്മിൻ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? ഭയമില്ലാത്ത ആള്. ആരെ പേടിക്കേണ്ടത്? ദൈവത്തെ മാത്രം. പാമ്പിനെ പേടിക്കണോ? പാമ്പ് എന്നുള്ളവർക്ക് പേടിക്കണം. ഈശ്വരൻ എന്നുള്ളവർക്ക് പേടിക്കണോ? പേടിക്കണോ? നക്ഷത്രങ്ങളെ, സൂര്യനെ, എലിയെ അതുവരെ പേടിക്കുന്ന മനുഷ്യർ. എന്തൊരു ദുര്യോഗമാണ്! തീർച്ചയായി കൂട് വെച്ച് പിടിക്കുക, എന്നിട്ട് അതിനെ ഭക്തിയോട് കൂടി കാണുക. പശു ആരാധിക്കുക. സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടോ വേദം? ഋഗ്വേദം പറഞ്ഞിട്ടുണ്ടോ? ഋഗ്വേദം 10 മണ്ഡലമാണ്. 121 സൂക്തം 1 ഋക്കിൽ ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസി സദാധാര പൃഥിവിയും ദ്യാമുദേവായ കസ്മൈ ദേവായ അവിശാവിദേവ. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചവനാരോ ആ സൃഷ്ടാവിനെ ആരാധിക്കാൻ. അത് ഹിന്ദുവിനോടുള്ള കൽപ്പനയല്ല, മാനവകുലത്തോടുള്ള കൽപ്പനയാണ്. ഏകം സത്വഹുത വിപ്രവദന്തി യോ ദേവാനാം നാമദ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ കുൽ ഹുവല്ലാഹു അഹദ്. ഷമ്മ ഇസ്രായേല അഡോണയ ലോഹിൻ അഡോണയ ഹീബ്രു ഭാഷയിലാണ്. യേശുവിന്റെ വാചകമാണ്. ഇസ്രായേൽ സമൂഹമേ, നിങ്ങളുടെ ദൈവം ഏകദൈവം. അവനെ, അവരെ എന്നല്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മുക്കൂട്ട ദൈവത്തെ അല്ല, അവനെ സിംഗുലറാണ്, പ്ലൂറൽ അല്ല. ക്രിസ്ത്യാനി വായിച്ച ഒരാശയം മുസ്ലിം വായിച്ച വേറൊരാശയം വരാൻ പാടുണ്ടോ ഒരു വേദഗ്രന്ഥത്തിന്? അവന്റെ അടുത്ത് ചെല്ലൂ എന്ന് പറഞ്ഞാൽ അവരെ അടുത്ത് ചെല്ലൂന്നാവോ? അല്ല. അവരതാ ഒരു സംഘം, ഒരാളാവോ? പിതാവ് 1, പുത്രൻ 2, പരിശുദ്ധാത്മാവ് 3, എന്നിട്ട് അതൊന്നോ? ഭാര്യ, ഭർത്താവ്, മകൻ ഒന്നാണെന്ന് പറയാം. എപ്പോ? പർപ്പസിൽ ഒന്നാണെന്ന് പറയാം. അവരെ 3 പേരുടെ ലക്ഷ്യം കോട്ടയത്തേക്ക് പോകുക എന്നുള്ളതാണ്. 3 ആണ്. ഒന്ന് മകനാണ്, ഒന്ന് അച്ഛനാണ്, ഒന്ന് ഭാര്യയാണ്. ഇത് തിരിച്ചറിയാത്ത അവസ്ഥ ഉണ്ടാവുമോ ഡോക്ടറേറ്റ് എടുത്ത ക്രിസ്ത്യാനിക്ക്? ഞങ്ങൾക്ക് നേരെ സംസാരിക്കുന്ന ആളെ വളച്ചുകെട്ടില്ലാതെ മനുഷ്യരെ സ്നേഹിക്കുന്നത് കൊണ്ട് തെറ്റാണ്. ഒരു ഡോക്ടർ ഹിന്ദുവിനെ ചികിത്സിച്ച മരുന്ന് എഴുതൂലേ? എഴുതും. അതേ സൂക്കേട് മുസ്ലിമിനാണെ മരുന്ന് എഴുതൂലേ? എഴുതും. ഏത് മുസ്ലിം ആയതുകൊണ്ടോ ചത്തോട്ടാന്ന് വിചാരിക്കോ? ഇല്ല. അതുകൊണ്ട് ഞാനും വിചാരിക്കണില്ല. ക്രിസ്ത്യാനിനോടും ഹിന്ദുവിനോടും മുസ്ലിമിനോടും നിരീശ്വരവാദിനോടാ ചോദിക്കണേ, ആരാ നിന്നെ സൃഷ്ടിച്ചത്? സൂര്യനെ സൃഷ്ടിച്ചത് ആരാ? ഞങ്ങൾ പറയണു പടച്ചോനാണ്, പ്രപഞ്ചനാഥനാണ്. ആരാ സൂര്യന്റെ കിരണങ്ങൾ നൽകുന്നത്, ചന്ദ്രന്റെ നിഴലുകൾ നൽകുന്നത്? സാക്ഷാൽ പ്രപഞ്ചനാഥൻ. അന്ന് അമ്പലമുണ്ടോ? ഇല്ല. അന്ന് ശ്രീരാമനുണ്ടോ? ഇല്ല. ദ്വാപരയുഗവും ത്രേതായുഗവും കലിയുഗവും കഴിഞ്ഞു. ദശരഥ മഹാരാജാവൻ പുത്രനായി പുത്രകാമേട്ട് യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും പായസാന്നം ഭുജിച്ച് കൗസല്യയുടെ പുത്രനായി ജനിച്ചു. അന്ന് അച്ഛനുണ്ട്, അമ്മയുണ്ട്. അപ്പൊ ദൈവമാണോ ആദ്യം ഉണ്ടായത്, അച്ഛനാണോ അമ്മയാണോ? എന്റെ ബുദ്ധിയാണ് ഞാൻ ചോദിക്കണേ. എനിക്ക് വിവരമില്ലാന്ന് വിചാരിച്ചോളൂ, പൊട്ടത്തരാന്ന് വിചാരിച്ചോളൂ. യേശുവിന്റെ മാതാവ് കന്യാമറിയം, അവരുടെ അച്ഛനും അമ്മയും. അതിനു മുമ്പ് മനുഷ്യരുണ്ടോ? ഉണ്ട്. അതിനു മുമ്പ് രാവുണ്ടോ? ഉണ്ട്. പകലുണ്ടോ? ഉണ്ട്. യേശു ജനിക്കുന്നതിന് മുമ്പുണ്ടോ? ഉണ്ട്. എങ്കിൽ യേശു ജനിക്കുന്നതിന് മുമ്പ് പകലുണ്ടെങ്കിൽ, രാവുണ്ടെങ്കിൽ ആര് നിയന്ത്രിച്ചു? മിസ്രൈം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്. എന്നിട്ട് എന്താ അവിടെ പ്രതിമ? ആ ചർച്ചിന്റെ മുകളിൽ എന്താ പ്രതിമ? അതിനുള്ളിൽ എന്താ പ്രതിമ? ബൈബിളിലുള്ളതാണ്. പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെ ഉള്ള വചനം. ഈ പ്രതിമ ഒരാൾ കയറി തകർത്താൽ ഇവിടെ കലാപം ഉണ്ടാവുമോ? ഉണ്ടാവും. ഇവിടെ തകർക്കാൻ ഒരു പ്രതിമ ഇല്ല, അതുകൊണ്ട് അതിന്റെ പേരിൽ കലാപല്ല. ശ്രീരാമന്റെ പ്രതിമ ഒരു മുസ്ലിം തകർത്ത അവിടെ കലാപം ഉണ്ടാവും. ബാബരി മസ്ജിദ്
പ്രതിമ കൊണ്ടുവച്ചു, പ്രശ്നം ഉണ്ടായി. മുഹമ്മദ് നബിയുടെ പ്രതിമ അമ്പലത്ത് കൊണ്ടക്കാനില്ല, അതുകൊണ്ട് അതിന്റെ പേരിൽ പ്രശ്നമില്ല. ദാറ്റ്സ് ഓൾ. ലോകമേ, മനുഷ്യരെ, മാനവകുലമേ, ബുദ്ധിയുള്ളവരെ, ഡോക്ടർമാരെ, എഞ്ചിനീയർമാരെ, ഡ്രൈവർമാരെ, കണ്ടക്ടർമാരെ, ഓട്ടോ ഡ്രൈവർമാരെ, പണ്ഡിതന്മാരെ, പള്ളിയിലുള്ളവരെ, ചർച്ചിലുള്ളവരെ, അമ്പലത്തിലുള്ളവരെ, സന്യാസിമാരെ, പള്ളിയിലച്ചന്മാരെ, മുസ്ലിംമാരെ, ചിന്തിക്ക്. നിങ്ങളുടെ ഒക്കെ ദൈവം ഒന്നാണെന്ന് ഞങ്ങൾ പറയും. ആ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് പറയുന്നു. അതാണ് വിശുദ്ധമായ ആദർശം എന്ന് പറയുന്നു. കുൽ, പറയുക പ്രവാചക, ഹുവല്ലാഹു, കാര്യം അത് അല്ലാഹു ഏകനാണ്. ശമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയാൻ ഏകനാണ് ദൈവം എന്ന്. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാത്ര പ്രഹർത്രേ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. ഏകം മേഘം 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 5 തവണയാണ്. കുൽ ഹുവല്ലാഹു അഹദ് ശമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. അപ്പൊ ദൈവത്തിലുണ്ട് ഒന്ന്, മനുഷ്യരോ അനേകം അല്ലേ? ബാന്ധവ മനുഷ്യകുലം വ്യത്യസ്തമാണ്, ജാതി വ്യത്യസ്തമാണ്, ദൈവോ ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന യേശുദേവന്റെ അവസാനത്തെ പ്രഖ്യാപനം. ആലുവ ആ പ്രവേശന കവാടത്തിൽ, മതസമ്മേളനത്തിൽ, മൈത്രി സമ്മേളനത്തിൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്ന മെസ്സേജ് നാം അറിയുന്നു, നാം അറിയിക്കുന്നു. എന്ത്? ഞങ്ങൾ അറിയുന്നു ദൈവം മേഘനാണെന്ന്, ഞങ്ങൾ പറയുന്നു അവനെ ആരാധിക്കണമെന്ന്. ഇഷ്ടമുള്ളവർക്ക് 18-ാം അധ്യായം 29-ാമത്തെ വചനം, ലാ ഇക്റാഹ ഫിദ്ദീൻ 2-ാം അധ്യായം 256-ാമത്തെ വചനം, ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ശാകിറൻ വ ഇമ്മ കഫൂറാ 76-ാം അധ്യായം 3-ാമത്തെ വചനം. വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, ഉൾക്കൊള്ളാം, ഉൾക്കൊള്ളാതിരിക്കാം, അംഗീകരിക്കാം, തള്ളിക്കളയാം, സാംശീകരിക്കാം, നിരാകരിക്കാം. എന്തൊരു സ്വാതന്ത്ര്യമാണിത്! എന്തൊരു സ്വാതന്ത്ര്യമാണിത്! ദൈവത്തിന്റെ വായു ശ്വസിച്ചു, നന്ദികേട്. വെള്ളം കുടിച്ചു, നന്ദികേട്. നന്ദി കാണിക്കുന്നില്ല. ആരാ വെള്ളം നൽകിയത്? ആരും പറയില്ല ശ്രീരാമനാണെന്ന്. മുസ്ലിങ്ങളുടെ ഏറ്റവും പഴച്ചോല് പറയും മൊയ്തീൻ ഷെയ്ഖാണ്. ഖുത്ബിയത്ത് പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാരെ 10-ാമത്തെ പേജ്. ആ വിവരക്കേട് ഒരു ഹിന്ദു ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. മൊയ്ലിയാര് പറയും, മൊയ്ലിയാരാണ് വിവരം കേട്ടോനാണ്, മനസ്സിലായില്ലേ? മൊയ്തീൻ ഷെയ്ഖാണ് മഴ പെയ്യിപ്പിക്കുന്നത്. 18,000 ലോകം നിയന്ത്രിക്കുന്ന കോഴിക്കോട്ടുകാരൻ CM മടവൂരാണ് എന്ന് പ്രസംഗിക്കുകയാണ് പബ്ലിക്കിൽ. ഉസ്താദുമാരെന്ന് പറയുന്നവർ. ഞാൻ ഒരുപാട് സന്യാസിമാരുടെ കൂടെ വേദി പങ്കെടുത്തിട്ടുണ്ട്. ഒരൊറ്റ സന്യാസിയും 14,000 ലോകം നിയന്ത്രിച്ച ശ്രീരാമനാന്ന് പ്രസംഗിച്ച് ഞാൻ ഇതുവരെ കേട്ടില്ല. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? അബ്ദുൽ സാർ കേട്ടിട്ടുണ്ടോ ജീവിതത്തില്? ഇല്ല, ആരും. പക്ഷെ ഉസ്താദുമാര് പ്രസംഗിക്കുന്നു, കാന്തപുരത്തിന്റെ ശിഷ്യന്മാർ. സാരില്ല, മനസ്സിലായില്ലേ ഞാൻ പറയുന്നത്? ആരാണ് ദൈവം എന്ന ചോദ്യം, അതാണ് ഈ വിഷയത്തിന്റെ ആദ്യ ഭാഗം. ആ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദൈവവിശ്വാസികളല്ലാത്ത ഒരു കുടുംബജീവിതം ഉണ്ട്, അത് നന്നായില്ലേ? അത് അവരെന്നാ പറയണ്ടേ? എത്ര ബെറ്ററാണ് അവരാ പറയണ്ടേ? ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടീനടന്മാര് വേർപിരിഞ്ഞു. എന്താ കാരണം? അടിസ്ഥാന കാരണം എന്താ? ജീവിതത്തെ വീക്ഷിക്കുന്നിടത്തുള്ള വ്യത്യാസം. എന്റെ ലൈഫിനെ ഞാൻ എങ്ങനെ വീക്ഷിക്കുന്നു, അതെന്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നാണെങ്കിൽ, എന്റെ കൂട്ടുകാരുടെ വിവരക്കേടാണ് അവരെനിക്ക് തലേണ മന്ത്രമായി നൽകുന്നതെങ്കിൽ, എന്റെ തോട്ടിനെ നിയന്ത്രിക്കുന്നത് അവരുടെ ജീർണിച്ച വിശ്വാസമാണെങ്കിൽ, ഞാൻ അവരുടെ കൂട്ടുകാരനാണെങ്കിൽ ഞാൻ ആ മതത്തിലായിരിക്കും. പ്രവാചക തിരുമേനിയുടെ വചനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേ. നെഹ്റു, ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്ധരണിയുടെ ഒരു പാരഗ്രാഫിൽ അദ്ദേഹം പറയാണ്, മുഹമ്മദ് 40 കൊല്ലം ആടിനെ മേച്ചു കിടന്നു. ഗിബ്ബന്റെ റോമൻ എംപയർ എന്ന വിഖ്യാതമായ ഗ്രന്ഥം യൂറോപ്പിലെ ബർബറുകളുടെ കുത്തഴിഞ്ഞ നെറികെട്ട ജീവിത കാലഘട്ടത്തിൽ അടിവരട്ടോ ഭാഗ്യവശാൽ, എങ്ങനെ ഗിബ്ബണ പറയുന്നത്, ഭാഗ്യവശാൽ മുഹമ്മദിന്റെ ജന്മമുണ്ടായി. ഭാഗ്യവശാൽ, എങ്ങനെ? യൂറോപ്പിലെ ബർബറുകളുടെ കുത്തഴിഞ്ഞ നെറികെട്ട ജീവിത കാലഘട്ടത്തിൽ ഭാഗ്യവശാൽ. വിശുദ്ധ ഖുർആൻ പറയാണ് 21-ാം അധ്യായം 107, وما أرسلناك
ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകർക്ക് പച്ചക്കറുള്ള ജീവജാലങ്ങൾക്ക് കാരുണ്യമായി ഈ ദൂതൻ, ഈ പ്രവാചകൻ സ്നേഹത്തിന്റെ താരാട്ടുപാടിയ ദിവ്യ വഴിപാടുകളുടെ സമാഹാരം ഏറ്റുവാങ്ങിയ തലമുറകളിലേക്ക് പകർന്നു കൊടുത്ത സുമ്മൈന അലൈന ബയാന എന്ന ദൗത്യം നിർവഹിച്ച ആ മഹാരഥനായ പ്രവാചക ചക്രവർത്തി 75-19 16-46 ആ പ്രവാചകൻ ലോകത്ത് വന്നു. കല്ലും മുള്ളും മരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മാലാകമാരും ജിന്നുകളും ബീവിമാരും ദേവിമാരും മുനിമാരും മാമുനിവര്യന്മാരും എലികളും പുലികളും ഒക്കെ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു ലോകം. ഇതിന്റെ പിന്നിൽ ഒരു സിദ്ധാവുണ്ട് എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا. നോക്കൂ, ഈ രണ്ട് വചനോതി നേരം പുലരുന്നവരെ പ്രവാചകൻ നമസ്കരിച്ചു. ജുബ്ബക്കുപ്പായം കണ്ണീരിനാൽ ആവൃതമായി നനഞ്ഞു കുതിർന്നു അല്ലേ? ആ പ്രവാചക തിരുമേനി ലോകത്തോട് വിളിച്ചു പറയാൻ, ഒരൊറ്റ ദൈവത്തെ നമിക്കുക വഴി നിങ്ങൾക്ക് വിജയിക്കാം, അറബും അനറബും നിങ്ങൾക്ക് കീഴ്പ്പെടുമെന്ന്. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോടാ പറയുന്നത്. ഒരു ജില്ലാ സമ്മേളനമാണ്. ഇളകണം, ഗ്രാമങ്ങളും പട്ടണങ്ങളും നഗരങ്ങളും ഇളകണം. ലക്ഷോപലക്ഷം മനുഷ്യരുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ചിരിച്ചുകൊണ്ട് സുസ്മേരവദനരായി അവരുടെ കോളിംഗ് ബെല്ലടിച്ച് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യൂത്താണ് ഞങ്ങൾ, സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ, വനിതകളാണ് ഞങ്ങൾ, അതിന്റെ ഉയർന്ന പടിയുള്ള ഞങ്ങൾ, മാതൃഘടകമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ പറ്റണം. രാമനോട്, ബാലനോട്, സുരേന്ദ്രനോട്, ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിനോട്, ന്യായാധിപന്മാരോട്, ജഡ്ജിമാരോട്, വക്കീൽമാരോട്, ഡോക്ടർമാരോട്, നഴ്സുമാരോട് നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഞങ്ങളുടെ ഫാമിലി കോൺഫറൻസിലേക്ക് നിങ്ങൾ വരണം. അവിടെ നമുക്ക് പറയണം എന്താണ് വിശ്വാസം, ആരാണ് ദൈവം. അത് മനുഷ്യൻ ഉൾക്കൊള്ളുന്നതോടെ എന്താ അവന്റെ ജീവിതത്തിലെ മാറ്റം. ഉദാഹരണം, 40 കൊല്ലം പ്രവാചകൻ ജീവിച്ചുവല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം തെറ്റൊന്നും ചെയ്തില്ല, പക്ഷെ ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം ഇറങ്ങിയില്ല. പോയിന്റ് അടിച്ച് ചിന്തിച്ചോട്ടോ, നിങ്ങളൊക്കെ വിസ്താരം ഒരു കാര്യമില്ല. ഞാനിവിടെ വന്നതും ഈ സ്റ്റേജിൽ കയറി എങ്ങനെയാന്ന് കണ്ണുകൊണ്ട് കണ്ടവരല്ലേ നിങ്ങള്, അല്ലേ? ഇതിലേക്ക് 2 കാലും കൈയും സ്വന്തമായിട്ടുണ്ടായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ഒരാളെ പേര് പറ. അംർ ബിൻ ജമൂഹ് ഒരു കാലില്ലാതെ ഉഹദിൽ പങ്കെടുത്ത ആളാ. 2 കണ്ണ് കാണാതെ പങ്കെടുത്ത ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം. നമുക്ക് എന്തുണ്ട്? പ്രവർത്തിക്കണ്ടേ? ഒരു ചുരുങ്ങിയ കാലയളവ് പടച്ചോൻ നിന്നൊരു യൗവനം. 1.5 മാസം മുമ്പ് ഞാൻ 2 കാലിൽ ഓടിയതല്ല, കോൺകോഡ് വിമാനത്തിന്റെ വേഗതയിൽ എത്തണമെന്ന് മോഹിച്ചാളാ. ഇന്ന് തിരുവനന്തപുരത്താണെങ്കിൽ നാളെ മംഗലാപുരം പ്രസംഗിക്കാൻ കൊതിച്ച മനസ്സ് തോറ്റിട്ടില്ലെന്നും. ശരീരം തോൽക്കുമ്പോഴും ശരീരത്തെ അതിജയിക്കാൻ മനസ്സിനെ പഠിപ്പിച്ചത് കൊണ്ട് തോറ്റിട്ടില്ല. തോൽക്കാൻ ഉദ്ദേശമില്ല മനസ്സുകൊണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഗിഫ്റ്റ് പടച്ചോന്റെ കൈ തളർന്ന് ഞാൻ അള്ളാഹിനോട് പറഞ്ഞെന്നറിയോ, ഈ തൊണ്ട വരെ രോഗം കൊണ്ട് പൊറുതി മുട്ടിയാലും ഈ 2 ചുണ്ടുകളിലും നാവിന് ശക്തിയും ഒരിക്കലും നശിക്കാത്ത ബ്രെയിനും എനിക്ക് തന്നാൽ പടച്ചവനെ അത് മതി. മയ്യത്ത് പോലെ എടുത്ത് കിടത്തി മൈക്ക് വായിലേക്ക് കുത്തിക്കയറ്റി തന്നാൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ പറയും റബ്ബേ നിന്നെ കുറിച്ച്, നിന്റെ ഏകത്വത്തെ കുറിച്ച്. തോൽക്കരുത്, തോൽക്കാനല്ല, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. പടച്ചോൻ നീ ലൈഫ് അതെൻജോയ് الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. മരണവും ജീവിതവും തന്നത് നല്ലത് പ്രവർത്തിക്കാനാ. മൊബൈലിൽ തോണ്ടി യൗവനം തീർക്കാനല്ല, ഭാര്യയായിട്ട് കലാവുണ്ടാക്കാനല്ല, സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ, ചുംബനം കൊണ്ട് തോൽപ്പിക്കാൻ, മാറോട് ചേർക്കുന്നതിലൂടെ
എല്ലാ വൈകാരികതകളും മാറി വൈചാരികത ഉദ്ദീപിപ്പിക്കാനാ, കാരുണ്യത്തെ ജനിപ്പിക്കാനാ, ആർദ്രതയെ പുൽകാനാ. മനസ്സിലാക്കണം. വിശ്വാസ വിശുദ്ധിയിലൂടെ നേടുന്നത് നോക്കൂ. അറബ് ജനത ആരാ? ലാത്തയെ, ഉസ്സയെ, ഇസ്മായിൽ നബി, ഇബ്രാഹിം നബി ആരാധിച്ച കാലത്ത്, ഈസാ നബി ആരാധിച്ച കാലത്ത് അവരാരാ? കലഹങ്ങൾക്ക് നേതൃത്വം നൽകിയവർ, യുദ്ധം ചെയ്തവർ, പല വികാര വിചാരങ്ങൾക്കും അടിമപ്പെട്ടവർ, ഉമർ ഖൈസിന്റെ കവിതയിൽ ആനന്ദം കണ്ടെത്തിയവർ, സ്ത്രീ സൗന്ദര്യത്തിന്റെ അംഗലാവണ്യങ്ങളിൽ വിരചിച്ചവർ, അവർ ജീവിതത്തിൽ ഒരിക്കലും പെണ്ണിനെ തിരിഞ്ഞു നോക്കാതെ, എന്ന് പറഞ്ഞാൽ അവളെ സൗന്ദര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച ഒരു ജനതയായി അവരെങ്ങനെ മാറി? വ്യക്തമായ വഴികേടിലായിരുന്നു അവർ. അടിവരട് ഇതിനു മുമ്പ്. ഏതിനു മുമ്പ്? ഏതിനു മുമ്പ്? തിരുവനന്തപുരത്ത് നവോത്ഥാന പ്രസ്ഥാനം കുറെ കാലമായി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 30 കൊല്ലമായി തിരുവനന്തപുരത്ത്. 30 വർഷം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ 30 വർഷം. 30 അല്ല, എങ്ങനെ 30 ആവും? റഫീഖ് എന്നെ ക്ഷണിക്കുന്ന കാലത്ത് എനിക്ക് 19 വയസ്സാണ്. കൊല്ലം 51ആയി. മനസ്സിലായോ? കരമനയിൽ വന്ന് ഞാൻ ആദ്യ പബ്ലിക് പ്രസംഗം നടത്തുമ്പോ 19 വയസ്സാണ്. വർഷം എത്ര പിന്നിട്ടു? വിസ്റ്റം ഉണ്ടായി. കഴിഞ്ഞ 10 കൊല്ലം മുമ്പുള്ള തിരുവനന്തപുരം തന്നെയാണോ വിസ്റ്റം ഉള്ളപ്പോഴുള്ളത്? എങ്കിലൊന്നും ചെയ്തിട്ടില്ല. ക്ഷമിക്കണം, ക്ഷമിച്ചാല്. അപ്പൊ പ്രവർത്തിക്കണം. എന്തിനാ പ്രവർത്തിക്കണത്? നേരത്തെ ഇവിടെ ചിസ്തി ഉദ്ധരിച്ചല്ലോ 10-ാം 25. അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് ദാറുസ്സലാമിലേക്കാണ്. 28-ാം 41. നരകത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പൗരോഹിത്യം അല്ല പറയാൻ. നേതാക്കന്മാർ എന്നാ പ്രയോഗം. നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരുണ്ട്. നേരെ മറിച്ച് 40-ാം 41. ജനങ്ങളെ, ഞങ്ങൾ നിങ്ങളുടെ നജാത്തിലേക്ക്, വിജയത്തിലേക്ക്, സൗഭാഗ്യത്തിലേക്ക്, നീതിയിലേക്ക്, ധർമ്മത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. നമ്മൾ ആരാ? ഉത്കൃഷ്ടമായ ജനത. 1 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ. 3.5 കോടിയിലധികം വരുന്ന മലയാളി സമൂഹത്തിൽ 1 കോടിയോളം അല്ലെങ്കിൽ അതിൽ കവിഞ്ഞ് മുസ്ലിങ്ങളുണ്ട്. ചപ്പ് ചണ്ടികളായി, മലവെള്ളപ്പാച്ചിലിൽ പോകുന്ന ചപ്പ് ചണ്ടികളെ പോലെ നാം മാറിയാൽ എന്നത് നമ്മുടെ ചാബല്യമായാൽ, മരിക്കാനുള്ള വെറുപ്പ്, ദുനിയാവിനോടുള്ള മഹബ്ബത്ത്, അവിടെയാണ് നമ്മളുള്ളത്. മാറണം. നിങ്ങൾ നോക്കൂ, ഒരു കാലഘട്ടത്തിൽ എന്റെ തന്നെ അനുഭവം, ഈ തിരുവനന്തപുരത്ത് എവിടെ പ്രസംഗിച്ചാലും ആളുകൾ ചുറ്റിലും നോക്കും, എവിടെയാ ജനത? പ്രസംഗം മോശമായതുകൊണ്ടല്ല, ആളുകൾ മോശമായി. കേൾക്കാം, നന്നാകാന്നുള്ള ചിന്തയുള്ളവരുടെ എണ്ണം കുറഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ പോലും പ്രകടമാണ് ഈ ജീർണത. പ്രകടമാണ്. തൗഹീദി വീടുകളിൽ പോലും ഈ ജീർണത പ്രകടമാണ്. മാറണം. ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സൂറത്ത് റാദ് 13-ാമത്തെ വചനം. ഇന്ത്യയുടെ പാർലമെന്റിൽ അതുണ്ട്. ഇപ്പൊ പറയാത്തത് ഇപ്പല്ല. നശിച്ചവർ നശിപ്പിച്ചു, നാശകാരികൾ നശിപ്പിച്ചു, എല്ലാം പുതുതാക്കി. അപ്പൊ പുതുമ നഷ്ടപ്പെട്ടു. പഴമയും പോയി, സംസ്കാരവും പോയി. ചീറിച്ച ഹൃദയംബാരികൾ പലതും ഉണ്ടാക്കിയപ്പോ ടൈലിന്റെ രൂപത്തിൽ, മാർബിളിന്റെ രൂപത്തിൽ അത് ലോകത്ത് ഉയർത്തിയപ്പോ മൂല്യങ്ങൾ ചോർന്നുപോയി. ക്ഷമിക്കുക. الذين يبلغون
റിസാലാത്തില്ലാഹ് വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. അള്ളാന്റെ മാർഗത്തിൽ ദഅവത്ത് നടത്തുന്ന പടച്ചവനെ പേടിക്കുക, ഒരു പടപ്പിനെയും പേടിക്കാണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു തിരിച്ചുപോക്ക്, സ്വയം നന്നാകലിലേക്ക്. അലാ ഫഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അറിയുക, ശരീരത്തിൽ മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് കേടുവന്നാൽ ശരീരം കേടുവന്നു. അറിയുക, അത് ഹൃദയമാണ്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ലാ ഇന്നഹും അൻ റബ്ബിഹി യൗമഇദിൻ ലമഹ്ജൂബൂൻ. 83 അധ്യായം 14-15. പാപക്കറകൾ ചെയ്ത് ചെയ്ത് ഹൃദയം കടുത്തുപോയി. പാപങ്ങളിൽ നിന്ന് മുക്തമാകണം. സംതൃപ്ത കുടുംബം ഉണ്ടാകാൻ നോക്കൂ. വ്യക്തമായ വഴികാടിലായിരുന്ന അവർ നന്നായി. ഖുർആൻ പിന്നെ പറയാണ് വയുസക്കീഹിം, അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഇത് പറയുമ്പോ സഹോദരിമാര് കുറച്ചുകൂടി ഉണ്ട്, സഹോദരന്മാരുണ്ട്, ഭാര്യമാരുണ്ടാവും, ഉമ്മ ഉണ്ടാവും, മോളുണ്ടാവും. ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. 33 നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും. നന്നാകാനുള്ള വഴി എന്താണ്? ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കണം, എന്നിട്ട് അവരെ സംസ്കരിക്കണം, ഖുർആനും സുന്നത്തും പഠിപ്പിക്കണം. QHLS ഉണ്ടാവണം. എത്ര വ്യക്തമാണ് സുബ്ഹാനല്ലാഹ്. QLS അല്ല, ഖുർആൻ ലേണിംഗ് സെന്റർ അല്ല. തെറ്റിപ്പോയി. അത് തെറ്റിയതുകൊണ്ടാണ് മർക്കസുദ്ദാവ പരാജയപ്പെട്ടത്. ഒരു ഖുർആൻ പഠനം ഉണ്ടാക്കി, ഹദീസിനോട് വെറുപ്പായിരുന്നു. അതുകൊണ്ട് തുടക്കത്തിലെ പേരെടുത്തത് തിരിഞ്ഞില്ല. ഖുർആൻ ഹദീസ് വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇല റസൂലി. നോക്ക്, ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരൂ എന്നവരോട് പറയപ്പെട്ടാൽ 5-ാം അധ്യായം 104-ാമത്തെ വചനം. ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി. 4-ാം അധ്യായം 59-ാമത്തെ വചനം. ഖുൽ അത്തിഉ അല്ലാഹ വറസൂൽ. അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കുക. 3-ാം അധ്യായം 32-ാമത്തെ വചനം. അപ്പോൾ ഖുർആനും സുന്നത്തും തറക്തു ഫീകും അംറൈനി ശഹറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലി. 2 കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു, ഖുർആനും സുന്നത്തും. നന്നാകാനുള്ള മാനദണ്ഡം വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അതാണ് വിശുദ്ധിയുടെ സ്രോതസ്. വിശുദ്ധിയുടെ സ്രോതസ് മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ആ വിശുദ്ധിയുടെ സ്രോതസ്സിലേക്ക് മടങ്ങണം. അപ്പോ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് മടങ്ങണം. ആ വിശുദ്ധി ലഭിക്കണമെങ്കിൽ, ആത്യന്തികമായി ലഭിക്കണമെങ്കിൽ ഏക ദൈവത്തിലേക്ക് മടങ്ങണം. അതാണ് വേദഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞത്. കണ്ണാടി പ്രതിഷ്ഠിച്ചു, ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചു, ശാരദ പ്രതിഷ്ഠ നടത്തി. അവസാനം ശ്രീനാരായണ ഗുരു ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞപ്പോ യേശു എന്ന് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ആ മനുഷ്യ ജാതി കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യ സമുദായം ഏക സമുദായമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ദൈവത്തിങ്കൽ സ്വീകാര്യമായ മതം പ്രകൃതി മതമാണ്. പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന മതം ഏകദൈവം. ആദമ മിൻ ളുഹൂരിഹിം ദുർരിയത അലസ്തു ബിറബ്ബികും ഖാലു ബലാ ശഹിദിനാ. മനുഷ്യനെ മുഴുവനും ജീവിപ്പിച്ചിട്ട് ദൈവം ചോദിച്ചു, ഞാനല്ലയോ നിങ്ങളുടെ പരിപാലകൻ? മാനവകുലം ഒന്നടങ്കം പറഞ്ഞു നാഥേ. ഗുരു നിത്യചൈതന്യ യതി പറഞ്ഞു, സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു, നരേന്ദ്രമോദി പറഞ്ഞു, ബിൽ ക്ലിന്റൺ പറഞ്ഞു, അശോക ചക്രവർത്തി പറഞ്ഞു. ആ പടച്ചോനാണ്. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം 172-ാമത്തെ വചനം എത്ര കൃത്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച രാപ്പകലുകളുടെ വ്യതിയാനം നിന്നും ഇരുന്നും ചിന്തിക്കാൻ, എന്നിട്ട് പ്രഖ്യാപിക്കുന്നതോ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. 3-ാം അധ്യായം 190-91 വചനം. അങ്ങനെ
ഒരു ദൈവത്തിലേക്ക് മടങ്ങണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം റിയാദ് എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരാൾ എന്നോട് ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇന്നാളല്ലേ? അതെ. എന്താ പറ്റി നമുക്ക് ചോദിച്ചു. എന്നോട് ഇരുന്ന് പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടെ എൻ്റെ കൂടി ഇരിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരാളുണ്ട്, ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്, പാലക്കാട്ടുകാരനാണ്. നിങ്ങളെ പറ്റി എപ്പോഴും പറയും, നിങ്ങളുടെ പ്രഭാഷണം കേട്ടിട്ടാണ് ഇത്ര ഇതിൽ മാറിയത് എന്നും അയാൾ പറയും. ഓ, ഇന്ന് വിളിച്ചോടാൻ പറഞ്ഞു. ഞാൻ ഉണ്ട് എന്ന് പറയണ്ട, സർപ്രൈസ് ആയിക്കോട്ടെ. ഞാൻ വിളിച്ചു. ഞാൻ ചോദിച്ചു, ഈ ശബ്ദത്തിന്റെ ഉടമയെ അറിയുമോ? പെട്ടെന്നായതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് ഞാനാണെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഞാൻ പരിചയപ്പെടുത്തി. പിന്നെ ഫോണിന്റെ അപ്പുറത്തുനിന്ന് ഒരു തേങ്ങലാണ്. എന്താ കാരണം? സ്നേഹമാണ്. എന്താ സ്നേഹം? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിമിത്തമായ ഒരാളുടെ ശബ്ദം. അങ്ങനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഇരുട്ടാണ് ബഹുദൈവത്വം, ഒരു സംശയം വേണ്ട. സൃഷ്ടിപൂജ ഇരുട്ടാണ്, വെളിച്ചമല്ല. സൃഷ്ടിപൂജ നഷ്ടമാണ്, ലാഭമല്ല. ഒരു ദർഗയിൽ പോണേ പണം വേണം. ദൈവത്തെ ആരാധിക്കാൻ പണം വേണ്ട, ഒരു ഉറുപ്പ്യ പോലും വേണ്ട, ഒരു രൂപ പോലും വേണ്ട. നേർക്ക് നേരെ ഇടയാളനില്ല, ക്യാഷ് വേണ്ട. ജനങ്ങളുടെ തന്നെ അന്യായമായി തിന്നുന്ന പൗരോഹിത്യം എല്ലാ മതത്തിലും. 9:34 വിശുദ്ധ ഖുർആൻ ആ കാര്യം തീർത്തു പറഞ്ഞു. ഖുർആന്റെ 9:31 പണ്ഡിതന്മാരെ ദൈവത്തിലേക്ക് ഉയർത്തി. അവര് പറയുന്നത് പ്രാണം നോക്കാതെ തൊണ്ട തൊടാതെ വിഴുങ്ങി അതിന്റെ ദുരന്തം മാനവകുലം അനുഭവിച്ചു. എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവം എന്റെ ജീവനാടിയേക്കാളും അടുത്തവനാണ്. ജീവനാടിയേക്കാളും അടുത്ത ഈശ്വരൻ, നമ്മുടെ കണ്ണ് നൽകിയ ഈശ്വരൻ. ഹിന്ദുവിന് കണ്ണ് നൽകിയതാരാ? പ്രപഞ്ചനാഥൻ, ശ്രീരാമനല്ല. എന്നെ കൊന്നാലും വേണ്ടില്ല, യേശു ക്രിസ്തു അല്ല, മുഹമ്മദ് നബിയോ അല്ല. പിന്നെ ആരാ? അവരൊക്കെ സൃഷ്ടിച്ച ദൈവം. നിഷേധിക്കാൻ പറ്റിയ ധൈര്യം ഉണ്ടെങ്കിൽ കയറി വരൂ. ആ ദൈവം അല്ലെന്ന അഭിപ്രായമുള്ളവർ വരൂ. ഉണ്ടാവില്ല, അതൊക്കെ പിന്നെ പോയിട്ട് പഴയ പണിയെടുക്കും. ഇതൊക്കെ കേൾക്കുമ്പോ കയ്യടിക്കും. ചിലപ്പോ കാട്രായിന്റെ ലഹരിയിൽ പിന്നെ പോയിട്ട് മറ്റേ പണിയെടുക്കും, സൃഷ്ടിപൂജ നടത്തും. പാടില്ല. നമ്മൾ ശക്തമായി ജനങ്ങളെ ക്ഷണിക്കുന്നു, സ്വീകരിക്കാൻ തള്ളിക്കളയാം, അത് അവരുടെ ഇഷ്ടം. ഒരു പ്രതിഷേധവും നമുക്കില്ല, ഒരു പ്രതിഷേധവും. പക്ഷെ ഇത് പറയൽ നമ്മുടെ ബാധ്യതയാണ്. നാളെ ഇതുവഴി കടന്നു പോകുന്ന ഒരാൾക്ക് ഇന്നൊരു നേരിയ വെളിച്ചം കിട്ടിയാൽ, എറണാകുളത്ത് മട്ടാഞ്ചേരിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. യാദൃച്ഛികമായി എന്റെ പ്രസംഗത്തിൽ വന്നൊരു കണ്ടന്റ് ഒരാളെ പിടിച്ചു നിർത്തുന്നു. അതിങ്ങനെയായിരുന്നു: ഏ യുവാവേ, ഏത് മദ്യഷാപ്പിന് നേരെയാണ് നീ പോകുന്നത്? ഏത് യൗവനത്തെയാണ് നീ തച്ചൊടക്കുന്നത്? ഇതാണ് വാചകം. ഇതിങ്ങനെ പ്രസംഗിക്കുക. അപ്പൊ ഒരാള് കള്ളിഷാപ്പിലേക്ക് ഒരു യുവാവ് ഓം വിചാരിച്ചോണെ പറ്റിയാണ്. അവിടെ നിന്ന് കേട്ട് പിന്നീട് ജീവിതത്തിൽ മദ്യം ഉപേക്ഷിച്ച്. ഈ സംഭവം ഞാൻ അറിയുന്നത് ജൗഹർ അയനിക്കോട് പ്രസംഗിക്കുമ്പോ. ജൗഹർ അയനിക്കോടിനോട് അയാൾ പറഞ്ഞാൽ, ഞാൻ ഇന്നൊരു പ്രസംഗം കേട്ടു, ഇന്നാളെ പ്രസംഗം കേട്ടു, അന്ന് ഞാൻ കള്ളുകൂടി നിർത്തിയതാണ്. ഈ തിരുവനന്തപുരം സെലഫി മസ്ജിദിൽ, ഓർക്കുന്നുണ്ടോ അറിയില്ല, ആദ്യമായി നമ്മൾ പിരിവെടുത്തിയ ഒരു ഹിന്ദു സ്ത്രീക്ക് 40,000 രൂപ അവരെ ഉദര സംബന്ധമായ ഒരു സർജറിക്ക്. അതിന്റെ മേലെ കിട്ടി വേറൊരാൾക്കും കൂടെ ചെറുതായി സഹായിച്ച സ്ത്രീയെ. അങ്ങനെ ഒരു ദിവസം ഒരു തടിച്ചൊരു മനുഷ്യൻ ആ പള്ളിയിൽ വന്നു. മുസ്ലിമാണ്, പക്ഷെ വെള്ളിയാഴ്ച പോലും കള്ളു കുടിച്ചിട്ടാണ് വരുന്നത്. അന്ന് മിമ്പറിൽ മദ്യത്തെ കുറിച്ചായിരുന്നു എന്റെ പ്രഭാഷണം. ഞാൻ ഇന്നും ഓർക്കാണ്. വിങ്ങിപ്പട്ടി ഒരു കുഞ്ഞിനെ പോലെ എന്റെ ഖുതുബ കഴിഞ്ഞിട്ട് അയാൾ കരഞ്ഞു. ആളെ ഞാൻ പറയില്ല, അപ്പൊ അയാൾ സജീവാണ്. ഇവിടെ ഇല്ല, തിരുവനന്തപുരത്തുണ്ട്. അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, കഴിഞ്ഞ 3 മാസമായിട്ടാണ് ഞാൻ തൗഹീദ് മനസ്സിലാക്കിയിട്ട്, പക്ഷെ കള്ളുകുടിന്ന് മോചനല്ല. ഇന്ന് പോലും ഞാൻ കുടിച്ചിട്ടുണ്ട്. നിങ്ങളാന്ന് കേട്ടപ്പോ ഖുതുബ കേൾക്കാൻ വന്ന എന്നോട് നിങ്ങൾ ഇന്നൊന്ന് ഉപദേശിക്കണം.
അപ്പൊ എന്റെ കൂടെ കുറച്ച് ആളുകൾ ഭക്ഷണം കഴിക്കും, സാധാരണ തിരുവനന്തപുരത്ത്. ഓലൊക്കെ ഞാൻ തടുത്ത് നിർത്തി, അവിടെ കയറി വാതിൽ കുറ്റിയിട്ടു, ഇയാളവിടെ ഇരുത്തി. മാഷാ അല്ലാഹ്, കരഞ്ഞിട്ട് അയാൾ ഒരു കുഞ്ഞിനെ പോലെ എന്റെ മടിയിലോട്ട് പോകും. അയാളെ താങ്ങാനുള്ള കരുത്തിന്റെ മെലിഞ്ഞുണങ്ങിയ കാലിനില്ല. അത്രയും ഒരു 95-100 കിലോ ഉണ്ടാവും ഒരു വലിയ മനുഷ്യൻ. ഒരു കുഞ്ഞിനെ പോലെ അയാൾ കരഞ്ഞു. ഞാൻ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ കഥ പറഞ്ഞു. എന്തിനാണ് ആ ജീവിതത്തിൽ ഭാരാകണേ? പെറ്റുമ്മാക്കും നാടിനും സമൂഹത്തിനും ഈ പള്ളിയിൽ പോലും മദ്യപിച്ചിട്ടാ നീ വന്നെന്ന് പറഞ്ഞാൽ എന്തൊരു മോശത്തരമാണ്. എന്തിനാണത്? ഒരു പട്ടി പോലും കുടിക്കുന്നുണ്ടോ നിന്നെ പോലെ എന്നൊക്കെ ഞാൻ ചോദിച്ചു. മാഷാ അല്ലാഹ്, ഒരു തുള്ളി കുടിക്കാത്ത മനുഷ്യനായി ഒരു 15 കൊല്ലെങ്കിലും പിന്നിട്ട് അയാൾ നന്നായിട്ട് ചിന്തിക്ക്. നമ്മുടെ ബാധ്യത എന്താ? മനുഷ്യരെ സ്നേഹിക്കുക എന്നുള്ള നമ്മുടെ ബാധ്യത. എന്താണ്? മനുഷ്യകുലത്തെ സ്നേഹിക്കുക. അതുകൊണ്ടാണ് ആർക്കും പറയാൻ പറ്റാത്ത ചിലത് എനിക്ക് പറയേണ്ടി വന്നത്. ഞാൻ ഇന്നും അനുഭവിക്കുന്ന വേദനകൾ അതിന്റെ പേരില. മനുഷ്യകുലത്തോട് പറഞ്ഞു, അതെല്ലാവർക്കും ഇഷ്ടമായില്ല. ഞാൻ പറയുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അപ്രിയ സത്യം പറയുന്ന കൂട്ടായ്മയാണ്. അതിലേറ്റവും വലിയ സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ വിശുദ്ധി ഇല്ലാതെ ഞാൻ എന്റെ ഭാര്യയോട് എന്തിനു മാന്യമായി പെരുമാറണം? മരണത്തിന് ശേഷം ഒരു ജീവിതം അല്ലെങ്കിൽ എനിക്കെന്താ വ്യഭിചരിച്ച അവളെ പറ്റിച്ച എനിക്കെന്താ? ഞാൻ ലോകം മുഴുവൻ കറങ്ങാൻ ശ്രമിച്ച ആളാ, ഒരുപാട് രാജ്യത്ത് പോയ ആളാ. ഒറ്റക്ക് ദുബായിലെ വലിയ വലിയ ഹോട്ടലിൽ എന്നെ അവിടുത്തെ ആൾ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ട്. എനിക്കെന്തോ ഒരു പെണ്ണിനെ വിളിച്ചാല് അത് വിളിക്കാത്തത് പടച്ചോനെ പേടിച്ചിട്ട്. എന്താ കാരണം? പടച്ചോനുണ്ട്, അവനെന്നെ കാണും. എന്താ യൂസുഫ് നബിയെ രാജകൊട്ടാരത്തിൽ വിളിച്ചു. ഭാര്യയാണ്, അല്ല രാജാവിന്റെ ഭാര്യയാണ് ക്ഷണിക്കുന്നത്. അതീവ സുന്ദരിയാണ്. ഈ പേടുണ്ടെങ്കിലേ ഭാര്യയെ പറ്റിയിരിക്കാതിരിക്കൂ. ഭാര്യ ദൂരെ, ഭർത്താവ് ഗൾഫില്, എന്നോട് ചതിക്കാത്ത. ചുറ്റും കറുത്ത തമോമയമായി ഇരുമുട്ടും ഇരവിതിൽ ഏകാകിയാണ് ഞാൻ. കുട്ടിനൻ തോഴനില്ലായികയാൽ എൻ നിദ്ര പറന്നുപോയോ. ഒരു പെണ്ണ് ഒറ്റക്ക് വീട്ടില് ആട്ടുകട്ടിലിരുന്ന് അവൾ ആടാണ്. അവള് പറയണെന്താ? ഈ ആട്ടുകട്ടിലിൽ തണുത്ത രാത്രിയിൽ, എല്ലുകൾ ശീതീകരിക്കുന്ന തണുത്ത രാത്രിയിൽ, കാമം ഉച്ചസ്ഥായിയിൽ ഉണരുന്ന ഈ രാത്രിയുടെ വികാര നിർഭരമായ മുഹൂർത്തത്തിൽ എന്റെ ഭർത്താവിന്റെ ഭാവത്തിൽ ഒരു യുവാവിനെ പുതപ്പായി വാരിപ്പുണരാൻ ഞാൻ വിളിക്കുമായിരുന്നു. പക്ഷേ നാഥാ, ഞാൻ നിന്നെ പേടിക്കുന്നു. ഇതാ വിശുദ്ധമായ ഒരു വിശ്വാസം ഉണ്ടാവുമ്പോ സംതൃപ്തമായ എന്റെ ഭർത്താവ് എന്നെ ഒരിക്കലും ചതിക്കില്ല. ഫോണിലൊരു പെണ്ണിന്റെ ശബ്ദം, ആരായിക്കാ ഇത്? ഓഫീസിലെ പെണ്ണാണ്. അവൾക്ക് മതി. അവളെ വിശ്വസിക്കില്ല, അവിശ്വസിക്കില്ല. തന്റെ ഭർത്താവിനെ 24 കൊല്ലം ഇല്ല, ഇന്ന് വരെ ഇല്ല. ഒരു പൊടി കള്ളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചില കാര്യങ്ങൾ രക്ഷപ്പെടാൻ. പക്ഷെ ഭർത്താവ് പെണ്ണിട്ടൊരു ബന്ധമില്ല. എന്റെ ഭാര്യ എത്ര രാത്രികൾ ഒറ്റക്ക് കിടന്നാലും ഒരു ഫോൺ കോൾ കൊണ്ട് പോലും അവൾ വേറൊരാളെ വിളിക്കില്ല. എന്താ കാരണം? 4-ാം അധ്യായം 34. അടക്കമുള്ളവളാ അവള്, ഒതുക്കമുള്ളവളാ അവള്, പടച്ചോനെ പേടിക്കുന്നവളാ അവള്. ഭർത്താവിന്റെ പാപത്തിൽ ഒരു പുരുഷനും സ്ഥാനം കൊടുക്കാത്തവളാ അവള്. മാഷാ അല്ലാഹ്. ഇതപ്പോ ഉണ്ടാവും പടച്ചോനെ പേടിക്കും. ദൈവമില്ല, ആരുമില്ല, ഞാനും ഇല്ല. ഈ ജബ്ബാറ് മൂപ്പര് പ്രസംഗം ആണിനെ കല്യാണം കഴിച്ച മൂപ്പരാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച. എന്താ നിനക്കറിയില്ല? മൂപ്പർക്ക് 2 മക്കളുണ്ട്, ഒരു പെണ്ണും ആണും. പെണ്ണിനെ കൊണ്ടല്ല കെട്ടിച്ച്. എന്നിട്ട് മൂപ്പര് പ്രസംഗിക്കണത് പെണ്ണിനെയും ആണിനെയും കെട്ടി, അതാണ് അത്ര പുരോഗതി. പുരോഗതി മൂപ്പർക്ക് വേണ്ട, അധോഗതി തന്നെ വീട്ടില്. എന്നിട്ട് ബാക്കിയുള്ളവരോട് പുരോഗതി വിളമ്പുക. ചങ്ങായി ഖുർആൻ ക്ലാസ് എടുക്കുക. ഈ ജബ്ബാർ മനസ്സിലായില്ലേ? ആയക്കടലിൽ മുങ്ങിപ്പോയ ആരിഫും ഈ ജബ്ബാറും അല്ലേ? അല്ലാഹു അക്ബർ സാഹിബിന് പ്രതിഫലം നൽകട്ടെ. ഞാൻ പറയുന്നത് ആ ജനുവരി 9 വലിയൊരു സംഭവം. കേരളത്തിന്റെ സംവാദ ചരിത്രത്തിലെ ആഴക്കടലിൽ മുങ്ങി മരിച്ചു പോയ, ബോധം പോയ ഈ ആരിഫിന് ബോധം പോയ സമയമായിരുന്നത്. ഏതോ ആവട്ടെ, അതിന് നിമിത്തമാകാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട് സഹോദരങ്ങളെ.
ജബ്ബാർ ഉണ്ടല്ലോ, ചോദിച്ച ആളാണ് നമ്മുടെ എറണാകുളത്തുകാരൻ, വീര സവർക്കറെ കൊടുത്ത ചെങ്ങായി, മനസ്സും അതല്ല. യുക്തിവാദിയെ ഓര് പറയുന്നുണ്ട്, എന്താ ആണാണിനെ കല്യാണം കഴിച്ചാല് ഗാന്ധിജിയും നെഹ്റുവും കല്യാണം കഴിച്ചാൽ നെഹ്റു ഉണ്ടാവില്ല, ഗാന്ധിജി ഉണ്ടാവില്ല. അല്ല, ഓല അച്ഛന്മാര് കല്യാണം കഴിച്ചാല് മൗലാന അബുൽ കലാം ആസാദും മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാന, ഓല ഉണ്ടാവും. ഇമ്മാര് കല്യാണം കഴിച്ചത് ഉണ്ടാവും, ഉണ്ടാവുമോ? സ്വാമി വിവേകാനന്ദ പറഞ്ഞ കല്യാണം കഴിക്കാത്ത നല്ലേ. മൂപ്പര അച്ഛനും അമ്മയും വിചാരിച്ചതിന് വിവേകാനന്ദൻ ഉണ്ടാവുമോ? അമേരിക്കയിലെ ചിക്കാഗോന്നുണ്ടാവുമോ? കൊളംബസ് ഓഡിറ്റോറിയം പ്രസംഗിക്കുവോ? ഉണ്ടാവോ? വിവേകാനന്ദ സാഹിത്യ സർവസ് 8 വഴി ഉണ്ടാവോ? ഉണ്ടാവില്ല. സർ ഐസക് ന്യൂട്ടനും ഗ്രിഗർ മെന്റലിന്റെയും അച്ഛന്മാര് കല്യാണം കഴിച്ചവര് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ അത് പ്രായോഗികമാണോ? അല്ല. ആദിലെ നൂറയും കെട്ടിപ്പിടിച്ചു 100 കുട്ടികളുണ്ടാവുമോ? സുഖം കിട്ടും, വെറും കിട്ടുമോ? ഒട്ടൂല. കാമം തീരും, മോഹം തീരുവോ? ഇല്ല. എന്ത് തീരും? കാമം തീരും, മോഹം. എന്താ? കുട്ടി ഉണ്ടാവണമെന്നും കുഞ്ഞിക്കാല് കാണണമെന്നും. ആമിനാമിനാനെ കെട്ടിപ്പിടിച്ച കുട്ടിക്കാല് കാണൂല, കുട്ടിക്കളി ഉണ്ടാവും. നേരെ മറിച്ച് ഇസ്ലാം പറഞ്ഞു കല്യാണം കഴിക്കണം. ഫാത്തിമ ബീവി 18 വയസ്സ് അലി ഇബ്നു അബീ താലിബിന് കല്യാണം കഴിച്ചു കൊടുത്തു. കുട്ടികളുണ്ടായി, ഹസൻ ഹുസൈൻ ഉണ്ടായി, അലിയു സഗീർ ഉണ്ടായി, അലിയുൽ കബീർ ഉണ്ടായി, തലമുറകൾ ഉണ്ടായി, ചരിത്രമുണ്ടായി, വിപ്ലവം ഉണ്ടായി. അല്ലേ? ശാസ്ത്രകാരന്മാരുണ്ടായി, ചിന്തകന്മാരുണ്ടായി, ലോകം നിലനിന്നു, തലമുറകൾ ഉണ്ടായി. ആദിലയിൽ നൂറ ഉണ്ടായ സ്കൂൾ ഉണ്ടാവൂല, എയർപോർട്ട് ഉണ്ടാവൂല, വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാവൂല, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവൂല, തലമുറകൾ ഉണ്ടാവില്ല. പുരോഗതി മതത്തിന്റെ ബേസാണ്. മതത്തിന്റെ ബേസ് വിവാഹേതര ജീവിതമല്ല, സന്യാസ ജീവിതമല്ല. രണ്ടിന്റെയും ഇടയിൽ അതാണ്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് നമ്മുടെയൊക്കെ ഹൃദയത്തിലെത്തുന്ന കാര്യമാണ്. ഇറാ ഗുഹയിൽ നിന്ന് ഓടി വരുന്നു, പുതപ്പിട്ട് മൂടൂ ഖദീജ. പാട്ട് ഏതാ പുതപ്പ്? കേവലൊരു പുതപ്പല്ല, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ വാത്സല്യമാകുന്ന കരവലയത്തിനുള്ളിൽ നെഞ്ചോട് ചേർക്കൂ ഖദീജ എന്നും അതിനർത്ഥമുണ്ട്. ഖദീജ. നമ്മളിവിടെ സ്ത്രീകളുണ്ട്, ക്ഷമിക്കണേ. നിങ്ങളെ ഭർത്താവ് നിങ്ങളെ വീട്ടിലെ ബെഡ്റൂമിൽ നിന്ന് പോയിട്ട് ഇവിടുത്തെ ഒരു പാറമടയെ കയറി കുത്തുന്നു വിചാരിക്കാം. ഇപ്പൊ നസീർ പാറമടയിൽ പോയി ഇരുന്ന് ഭാര്യ 5-8 ദിവസം ഒറ്റക്ക് കിടന്നു. ഇന്ന് നസീർ പാറമടയെന്ന് കയറിയിട്ട് പറയാണ് ജമ്മിലൂനി. ഓളെ പറയാ ജമ്മിലൂനി സുബൈദാക്ക. അപ്പൊ ഓളെന്ന് പറയൂ കെമ്മിലൂനി പോയി കാക്കാടുന്ന്. ഞാനിവിടെ ഒറ്റക്ക് 5-8 ദിവസം കരുതിട്ട് ഇങ്ങോട്ട് ഗുഹ പോയില്ലേ. പെണ്ണ് മനസ്സിലാക്കാനാട്ടോ. അതായത് ഞാനായാലും ആരായാലും ഒരു 5 മിനിറ്റ് വിളിച്ച് സോപ്പിട്ടിട്ടാ പോരുന്നത്. പറഞ്ഞാൽ അങ്ങനൊക്കെ ജീവിച്ച് മുന്നോട്ട് പോവൂ. പെണ്ണ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലേ. കൊഞ്ചിച്ചാ മതി, നല്ലോണം കൊഞ്ചിച്ചു. ഇന്നൊരു പ്രശ്നമില്ല, മുത്തേ ചക്കരെ വാവേന്നൊക്കെ വിളിക്കാം, ഇടക്കിടക്കൊക്കെ ഒന്ന് തൊട്ടുയ്യ. ഇത് തീരെ മിണ്ടാൻ നേരില്ല. ഓഫീസിൽ അപ്പുറത്ത് കുത്തിരിക്കുന്ന സുമതിനോട് 8 മണിക്കൂർ സംസാരിച്ചിട്ട് ഇപ്പുറത്ത് വന്നിട്ട് 8 മിനിറ്റ് ഓളോട് സംസാരിക്കാൻ നേരില്ല. പിന്നെ ഓള് പോകില്ല, അങ്ങോട്ട് പോകും. ഖദീജ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും മക്കയിൽ പോയിട്ട് എന്നെ ആശ്ചര്യപ്പെടുത്തി വന്നത് ഖദീജ ബീവിയുടെ ഖബർസ്ഥാൻ കാണുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണണമെന്ന കൊതിയുണ്ടെങ്കിൽ അതെന്റെ ഉമ്മഹാത്തുൽ മുഅ്മിനായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയാണ്. എന്തുകൊണ്ട്? ഒരു ഭർത്താവ് കുറെ ദിവസം വിട്ട് 8:11 നമ്മുടെ പള്ളിയിൽ ജമാഅത്ത്, അതിന് മുമ്പ് വൈൻഡപ്പ് ചെയ്യും ഷാ. അപ്പൊ ഖദീജ ബീവിയോട് പുതപ്പിട്ട് മുടാൻ പറയുന്നു. തീർച്ചയായും കുറെ ദിവസം വിട്ടുനിന്ന ഒരാളോട് വൈകാരികമായി പ്രതികരിക്കാം ഖദീജ ബീവിക്ക്.
നിങ്ങൾ എന്നെ വിട്ടുപോയത് കൊണ്ടല്ലേ. വെറുതെ ആ പാറവിടെ പോയി ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക്? എന്തോ പാമ്പിനോ തേളിയോ ഭൂതത്തോ കൊണ്ട് കെട്ടിയിട്ടുണ്ടാവും എന്ന് പറയേണ്ടതിന് പകരം ഭർത്താവ് പറയുന്നു, അനുസരിക്കുന്നു. അവിടെ ശാന്തതയാണോ ഉണ്ടാവുക? സംഘർഷം കൂടുകയാണോ ചെയ്യുക ഭർത്താവിന്? ഒറ്റ പോയിന്റാണ്. അപ്പൊ വേഗം പുതപ്പിട്ട് മുടിക്കൊടുക്കുന്നു, അല്പ അദ്ദേഹത്തിന് വിട്ടു നിൽക്കുന്നു. അല്പ അദ്ദേഹത്തിന്റെ കിതപ്പ് ശാന്തതയായപ്പോ അടുത്ത് വന്നിട്ട് സൗമ്യമായി ചോദിക്കുന്നു, എന്താ ഉണ്ടായത്? ഒരു സ്നേഹനിധിയായ ഭാര്യ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറയുമ്പോ രണ്ടാമത്തെ ഘട്ടം ഭാര്യ പറയുന്നത് എന്താണ്? ഇല്ല, അല്ലാഹുവാണ് സത്യം. നിങ്ങളൊരു ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ് കണ്ടോ. ഭർത്താവിന്റെ ക്വാളിറ്റി അംഗീകരിക്കുന്ന ഭാര്യ. 25-30 കൊല്ലം ജീവിച്ചാലും ഭർത്താവിന്റെ ഒരു ഗുണം ഉൾക്കൊള്ളാത്ത ഭാര്യമാരുണ്ട്. ഭർത്താവിന്റെ ഏറ്റവും വലിയ പരാതി എന്നറിയോ? ഒരു താങ്ക്സ് ജീവിതത്തിൽ ആ ദജ്ജാല് പറഞ്ഞിട്ടില്ല. ആ എങ്ങനെയുണ്ട്? 3 ആയില്ലേ? എന്ത് കുട്ടി? അതുകൊണ്ട് സഹിക്കന്നെ. അങ്ങനെയല്ല, അല്ലാഹ് നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. അങ്ങ് പാവങ്ങളെ സഹായിക്കുന്നു, കുടുംബബന്ധം ചേർക്കുന്നു. ബേജാറാവണ്ട. ഭർത്താവിന് എന്തൊരു ആശ്വാസ. മൂന്നാമത്തെ ഘട്ടം ബർക്കത്ത് ബിൻ നൗഫലിനെ പോയിട്ട് നമുക്ക് ഈ വിഷയം അവതരിപ്പിക്കാം. ഇങ്ങനെ ഭർത്താവിന്റെ കൂടെ നിന്ന് സമാധാനിപ്പിക്കുന്ന. അതുകൊണ്ടാണ് ആയിഷ ബീവിയോട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയെ പോലെ നിങ്ങൾ ഒരാളും ആവില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ചപ്പോ എന്റെ കൂടെ നിന്ന് എന്റെ ഇണ ഇതാണ്. എന്റെ കൂടെ നിന്ന് എന്നെ എല്ലാ അർത്ഥത്തിലും സഹായിച്ച, എനിക്ക് സമാധാനം മാത്രം നൽകിയ, എന്റെ ബീജത്തെ ചുമന്ന ഗർഭപാത്രത്തിന്റെ ഉടമ. ഇനിയോ ഭാര്യയോടോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്ക് ഒരുപാട് കുട്ടികളുണ്ട്. എന്റെ ഭാര്യയെ കാണുമ്പോൾ എനിക്കല്ലേ സന്തോഷവും സ്നേഹവും എന്താകണം. പഠിച്ചോനെ, ഇത്രയേറെ മക്കളെ എനിക്ക് നൊന്ത് പ്രസവിച്ച് തന്നു. ഇതെന്റെ മോളാണ്, ഫാത്തിമ എന്റെ മോളാണ്, ആയിഷ എന്റെ മോളാണ്, സുമയ്യ എന്റെ മോളാണ്, ഉമർ എന്റെ മോനാണ് എന്ന് പറയുമ്പോ അതിനെ ചുമന്ന പെണ്ണാണ് പോകുന്നത്. കാലില് നീര് കെട്ടി അരക്കെട്ടിൽ സർജറി നടന്ന് ഭാരങ്ങൾ ചുമന്നു പോകുന്ന എന്റെ ഭാര്യയെ കാണുമ്പോ മവദ്ദത്തൻ വറഹ്മ, കാരുണ്യം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. MT വാസുദേവൻ നായരുടെ കഥയില്ലേ, ഒരു ഭാര്യ, മക്കള്, ഭർത്താവ്. അയാള് രാവിലെ പോകും, അയാൾക്ക് വേണ്ട എല്ലാം ഒരുക്കി വെക്കണം. മക്കള് സ്കൂളിൽ പോകും, എല്ലാം ഒരുക്കി വെക്കണം. ചുരുക്കി പറയാണ്, സമയത്തിന്റെ കുറവുണ്ട്. കോർ കണ്ടന്റ് ആണ് ഞാൻ പറയുന്നത്. ഏറ്റവും മൗലികമായ പോയിന്റ്. ഭർത്താവ് ഉച്ചക്ക് ചോറുന്നാൻ വരുമ്പോ ചുമരിലേക്ക് ചാരി ചൂലി അടിച്ചു വരുന്ന ചൂലിനോട് ഇങ്ങനെ മുഖം ചായന്ന് തന്റെ ഭാര്യ കിടക്കുകയാണ്. ഓടിച്ചെന്ന് കുലുക്കി നോക്കുമ്പോ ഭാര്യ മരിച്ചിരിക്കുന്നു. ഗദ്ഗദകണ്ഠനായി, ദുഃഖിതനായി. കുട്ടികളൊക്കെ വിവരം അറിയിച്ചു. സ്കൂളിൽ നിന്ന് മക്കളൊക്കെ വന്നു. 3 കുട്ടികൾ വന്നു, ചെറിയ മോനടക്കം. ഭാര്യയെ കൊണ്ടുപോയി ചുടൽക്കലത്തിൽ കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുമ്പോ ചെറിയ കുഞ്ഞ് വന്നിട്ട് അച്ഛന്റെ കൈ പിടിച്ചു. ആദ്യമായി, അച്ഛ എനിക്ക് വിശക്കുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അച്ഛനോടൊരു മക്കൾ അമ്മനോട് പറയാം, അമ്മച്ചേ വിശക്കുന്നു. ടൂറ് പോകുമ്പോ പറയും, പാ ഹോട്ടലിൽ പോണം. അതല്ലേ ഞാൻ പറയണേ. ജീവിതത്തിൽ ഭൂരിപക്ഷം ഭർത്താവോ, എടി എനിക്ക് വിശക്കണ്, എടാ എനിക്ക് വിശക്കണെന്ന് ഇല്ല. എന്റെ ഭാര്യ ഞാൻ ഇവിടുന്ന് എന്നാൽ നാളെ നേരം മുഴുക്കുമെത്തിയാൽ അവൾ എന്നോട് എന്താ പറയാറോ, ഇച്ചിരി കിടന്നോളൂ, പുട്ട് ഇട്ട് കറി വെച്ച് ഞങ്ങൾ വിളിക്കാം. എന്നാ അവളോട് ഞാൻ പറയോ, ഇച്ചിരി കിടന്നോ, പുട്ട് ഇട്ടിട്ട് ഞാൻ എന്നെ വിളിക്കാം പറയോ? എല്ലാം ഇങ്ങനെ അയച്ച് അലക്കിക്കളാ. ഓളിങ്ങോട്ട് അയച്ചിട്ടാലോ, അലക്കിയൂടി പറഞ്ഞാലോ. ശമ്പളമില്ലാത്ത എന്നിട്ട് ഈ പുരുഷനുണ്ടല്ലോ, ഈ കുഞ്ഞ് ചോദിച്ചല്ലോ അച്ഛാ വിശക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് കിച്ചണിനെ കുറിച്ച് അയാൾ ചിന്തിക്കുന്നത്. ഏത് ചെമ്പെടുക്കണം, ഏത് പാത്രം എടുക്കണം, ഫുഡ് അവിടെ അല്ലത് എന്താ ഒന്നും അറിയില്ല. എല്ലാം മേശപ്പുറത്ത് വെച്ച് ഈ പെണ്ണാ മരിച്ചെടുക്കണേ. അല്ലെ ഞാൻ പറയുന്നത് ചിന്തിക്കണം കേട്ടോ. അയാൾ മെല്ലെ മെല്ലെ ഈ കുട്ടികളെയും കൊണ്ട് കിച്ചണിൽ കയറിയപ്പോ കുറെ പാത്രങ്ങൾ മൂടി വെച്ചിരിക്കുന്നു. ഒരു പാത്രം തുറന്നപ്പോ തുമ്പപ്പൂ പോലത്തെ ചോറ് വെച്ചിരിക്കുന്നു. തൊട്ടപ്പുറത്തെ പാത്രത്തിന്റെ മൂടി നീക്കിയപ്പോ അതിന് നല്ല കറി, ഇപ്പുറത്ത് ഫിഷ്, അപ്പുറത്ത് പപ്പടം. ഒരു കുഞ്ഞി പാത്രം നല്ലോണം മൂടി വെച്ചിരിക്കുന്നു. അത് തുറന്നു നോക്കുമ്പോൾ അയാളെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി.
അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം വെച്ചിരിക്കും. ആ കിടക്കനുടമയുടെ പേരാണ് പെണ്ണ്. ആ വിട്ടൊഴിഞ്ഞു പോയ ആ മഹത്വത്തിന്റെ പേരാണ് പെണ്ണ്. അതാണ് ഭാര്യ, അതാണ് അമ്മ. അതിന് പകരം വെക്കാൻ ലോകത്ത് തുറന്നു കഴിയില്ല. ഇനി ആരാ അച്ഛൻ? അവർ പറഞ്ഞില്ലേ നീതികേടാ. ഞാനൊരു സംഭവം പറയാം. എൻ്റെ മോള് ദാറുൽ ഖുർആനിൽ പഠിക്കുന്നു. 40,000 രൂപ അവിടെ അടയ്ക്കണം. ഞാനൊഴികെ മറ്റെല്ലാവരും അടച്ചു. എൻ്റെ ബലാരിട്ടത് കൊണ്ട് എൻ്റെ മോൾ അത് സങ്കടം പറഞ്ഞു. സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാവരും അവരെ നോക്കൂ, ഐഷന്റെ പൈസ അടച്ചില്ലല്ലോ എന്ന് അവര് പറയുമ്പോഴേക്ക്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ 4 ആളോട് 10,000 രൂപ, ഇപ്പൊ 40 കടം വാങ്ങി അവിടെ ചെന്നു. അതടച്ചിട്ട് അതിന്റെ റെസീപ്റ്റ് ഞാൻ എൻ്റെ മോളെ കയ്യിൽ കൊടുത്തു. മോളെന്റെ കവിളിലൊരു മുത്തം തന്നെ പറയാം, താങ്ക്സ് പാപ്പി, സന്തോഷായി. അപ്പൊ ഞാൻ മോള് കാര്യഗൗരവം പഠിക്കാൻ വേണ്ടി ഒരു രഹസ്യം പറഞ്ഞു. മോളെ, ഈ ബില്ല് അടച്ചത് മുതൽ ബാപ്പാക്ക് സങ്കടം, നിനക്ക് സന്തോഷം. അപ്പോൾ ചോദിച്ചു, എന്താപ്പാന്റെ സങ്കടം? 4 ആളോട് കടം വാങ്ങുന്നത് എന്ന് കൊടുത്തു തീർക്കാൻ പറ്റും എന്ന ദുഃഖത്തിലാണ് ഞാൻ. മോളെ, ഈ ദുഃഖം കൊണ്ട് ഉരുകുന്ന ബാപ്പാന്റെ അധ്വാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷമാണ് മോള് താങ്ക്സ് ആയിട്ട് എന്നോട് പറഞ്ഞത്. ആരാ ബാപ്പ? ആരാ ബാപ്പ? ഭാര്യ പറയൂ, അനിയത്തിന്റെ കല്യാണം, സ്വർണം വേണോ? യാചിച്ചിട്ട് ഓരോരുത്തരോട് എരന്നിട്ടായിരിക്കും ഒരു മിന്നും വാങ്ങിയാണ് വരിക. അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എങ്ങനെ നോക്കിയിട്ട് ഇതെന്ത് കുന്താത്? കടലിലെ ഐസ് കട്ട പോലെയാണ് പുരുഷൻ. 80% വെള്ളത്തിനടിയിൽ, 20 മുകളിൽ. പറയില്ല ജീവിതത്തിൽ ഒരിക്കലും. മരിച്ചെടുക്കുമ്പോ കടബാധ്യത കേട്ടപ്പോ ഞെട്ടിപ്പോയി. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന് നിങ്ങളെ തിരിച്ചറിവ് വരുമ്പോ താമസിച്ചു പോയിട്ടുണ്ടാവും. ഒരു നല്ല വാക്ക് പോലും ഭർത്താവിനോട് ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ആരെയും മുഷിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഫാമിലി കോൺഫറൻസിന് അർത്ഥഗർഭമായ 30 മിനിറ്റുള്ള ഒരു വിഷയവുമായി ഇൻഷാ അല്ലാഹ് കമ്മിറ്റി ക്ഷണിച്ചാൽ ഞാൻ വരും ഇൻഷാ അല്ലാഹ്. അതിനിടക്ക് ജില്ലാ കമ്മിറ്റിയൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടി നമുക്കൊന്ന് ഉഷാറാക്കണം. അതിനുവേണ്ടി ഒരു മീറ്റിങ്ങും കൂടുക. 2 ദിവസം നമ്മുടെ വന്ന് താമസിക്കും ഇൻഷാ അല്ലാഹ്. സമ്മേളനത്തിന് മുമ്പ് നമുക്ക് അവിടെ ഉഷാറാക്കാം. നല്ലൊരു ജീവിതം തുടങ്ങുക. അതിന് അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങുക. പടച്ചോനിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം ഓർക്കുക. ഇതുവരെ ശരിയല്ല എന്ന് തോന്നുന്ന തിന്മകളൊക്കെ ഡിലീറ്റ് ചെയ്യുക, നന്മകളെ അധികരിപ്പിക്കുക. മരണത്തെ എപ്പോഴും മുഖാമുഖം കാണുക. എവിടെ വെച്ച് മരിക്കും, നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അതുകൊണ്ട് എല്ലാവരും വിശുദ്ധമായൊരു ജീവിതത്തിന് തയ്യാറാകുക. ചുരുങ്ങിയാലും കൂടിയാലും നിങ്ങൾ ക്ഷമിക്കുക. എനർജി കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക. താക്കത്തുണ്ടായില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഈ അവസ്ഥയിലും വരാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ്. സർവസ്തുതിയും അല്ലാഹുവിന്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.